വഴിയിൽ കണ്ട ഉപ്പളമാണത്. ആറുപടയ വീട്ടിലെ ആദ്യത്തെ അമ്പലമായ തിരുപ്പറംകുണ്ടം അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. വഴിയിൽ നല്ല ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ കണ്ടു. അതൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വർത്താനം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കൃഷിയുണ്ട്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും ഉപ്പളങ്ങൾ കണ്ടു. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. തിരുപ്പറംകുണ്ടം ഇതാണ് ആദ്യത്തെ അമ്പലം. ഇവിടെ എത്താനായിട്ട് തിരുപ്പറംകുണ്ടം റെയിൽവേ സ്റ്റേഷനുണ്ട്. അതുകൂടാതെ മധുരയിൽ നിന്നും ആവശ്യം പോലെ ബസ്സുകളുമുണ്ട്. അപ്പോൾ മധുരയിലെ ഔട്ട്സ്കേർട്സിലാണ് ഈ അമ്പലമുള്ളത്. മധുരയിൽ നിന്നും 12-13 കിലോമീറ്റർ ദൂരത്താണ് തിരുപ്പറംകുണ്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാക്സിയിലോ ബസ്സിലോ മധുരയിൽ നിന്ന് എത്താൻ പറ്റും. ഇത് മധുരയിലുള്ള അമ്പലങ്ങളിൽ ഒരു ഫേമസ് അമ്പലമാണ്. അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുപടയ വീട്ടിലെ ആദ്യം പോയി ദർശനം നടത്തേണ്ട അമ്പലമാണ്. അതിൽ ഒന്നാമത്തെ അമ്പലമാണ്. നമ്മളങ്ങനെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. In 500 meters, flight left to stay on National Highway 38. വഴിയിൽ എല്ലായിടത്തും വിൻഡ് മില്ലുകളാണ്. ഇവിടെ നല്ല വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആവശ്യം പോലെ വിൻഡ് മില്ലുകളും അതുപോലെ തന്നെ ഈ വിൻഡ് മില്ലിൽ നിന്നുണ്ടാക്കുന്ന പവർ കൊണ്ടുപോകാനുള്ള ലൈനുകളും ഇലക്ട്രിക് ലൈനുകൾ അതാണ് ഈ കാണുന്നത് ടവറുകൾ. അപ്പം എത്ര മെഗാവാട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് അറിയത്തില്ല. ആവശ്യം ഒത്തിരി നൂറുകണക്കിന് വിൻഡ് മില്ലുകളാണ്. അതേപോലെ തന്നെ ഈ പവർ കൊണ്ടുപോകാനായിട്ടുള്ള ടവറുകളും കാണാൻ പറ്റും ഈ യാത്രയിൽ. രണ്ട് വിൻഡ് മില്ലിൻ്റെ ഒരു ഇത് കൊണ്ടുവന്നു. അപ്പം നല്ല കാറ്റുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയാണ് ഈ സ്ഥലത്തൂടെ പോകാൻ. കാരണം വെച്ചാൽ ക്ലൗഡും റോഡും സൈഡും എല്ലാം കൂടെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നാഗത്താൻ കോവിലാണ്. അങ്ങനെ ഞങ്ങൾ തിരുപ്പറംകുണ്ടം എത്തി. ഇപ്പോൾ അമ്പലം തുറന്നിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അന്നേരം കണ്ട നാഗത്താൻ കോവിലാണിത്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. നാഗത്താൻ കോവിൽ. ഞങ്ങൾ കാർ പാർക്കിംഗ് തപ്പി നടക്കുകയാണ്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ ദൂരത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എൻട്രൻസ് ആണ്, അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. ഞങ്ങളപ്പം കാർ പാർക്കിംഗ് തപ്പി നടക്കുകയാണ്. ദൂരെ കാണുന്നതാണ് അമ്പലത്തിൻ്റെ സൈഡാണ് കാണുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഇവിടെ എല്ലാം നോ പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് തപ്പി നടക്കുകയാണ്. അമ്പലം അടച്ചിരിക്കുകയാണ്, 4 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ദർശനത്തിനുള്ള ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തുള്ള ഇരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. നട തുറക്കുമ്പോൾ തന്നെ ദർശനം നടത്തിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങുകയാണ്.